ഹേ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പ്രമുഖ വ്യവസായി ശ്രീ എം.എ. യൂസഫലിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ നാട്ടിക ബീച്ചിലേക്ക് തിരികെയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോകുമ്പോഴാണ് എം.എ. യൂസഫലി സാറിൻ്റെ വീട് എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. നാട്ടിക ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹതീരം ബീച്ച്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സ്നേഹതീരം നാട്ടിക ബീച്ചിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാട്ടിക ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രമുഖ വ്യവസായി എം.എ. യൂസഫലി സാറിൻ്റെ വീട് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഈ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഒരു ബണ്ടക്കം വീടാണ്. ഈ വീടിന് തന്നെ ഒരുപാട് ഗേറ്റുകളുണ്ട്. ഇപ്പോൾ ഉള്ള ഈ വീടിൻ്റെ ബാക്കിൽ ബണ്ടക്കനൊരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അതൊരു 3 വർഷത്തോളം എടുക്കും പൂർത്തീകരിക്കാൻ എന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു ബണ്ടക്കം വീട് ഓൾറെഡി അവിടെ ഉണ്ട്. ബണ്ടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടം വീട്, ബില്ലുകാട്ട വീട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വീട്. ആ വീടിൻ്റെ ബാക്കിൽ ഒരു യമണ്ടം വീട് വേറെ പണിയുന്നുണ്ട്. എത്ര ഗേറ്റ് ഉണ്ട് ഈ വീടിനെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയുടെ വീടാണ്. എല്ലാ ഗേറ്റിലും ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എം.എ. യൂസഫലി സാറിൻ്റെ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗേറ്റ് എന്ന് പറയുന്നത്. കണ്ടല്ല, അതൊരു ഗേറ്റ്. അപ്പം നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇത് കണ്ടോ, അതൊരു ഗേറ്റാണ്. ഇത് 2ാമത്തെ ഗേറ്റ് ഇട്ടാണ്. വലിയ എമ്മൻ്റെ വീടാണിത്. നിങ്ങൾ നോക്കി അതിൻ്റെ ഉള്ളിൽ കണ്ട. ശരിക്കും ഞാൻ കാണിച്ചു തരും. ജസ്റ്റ് ഞാൻ ഈ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെയിലും കൊണ്ട് കിലോമീറ്ററോളം നടന്നാൽ മാത്രമാണ് ഈ വീട് തീരുള്ളൂ. സ്റ്റാഫായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സാറ് ഇവിടെ അല്ല താമസിക്കുന്നത്, സാറ് ഇവിടെ ജസ്റ്റ് വന്നും പോവുള്ളൂ. എറണാകുളത്തൊക്കെ സാറിന് വേറെയും വീടുകളുണ്ട് എന്നാണ് പറഞ്ഞത്. കണ്ട, ഇതൊക്കെ ആ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ ചെറിയ കെട്ടിടങ്ങളാണ്. കണ്ടല്ലോ, അടിപൊളി സംഭവമാണ് കേട്ടോ. ഇന്ത്യയിലെ ഇതിൻ്റെ ഉപരി വിദേശങ്ങളിലാണ് കൂടുതലും ബിസിനസ്സും കാര്യങ്ങളും. ഇത് മെൻഷൻ നമ്പർ 2 ഗേറ്റ്. ഇത് നമ്മൾ കാണുന്നത് ഇപ്പോൾ 3ാമത്തെ ഗേറ്റാണ്. അടിപൊളി എമണ്ടൻ ഗേറ്റാണ് കേട്ടോ. കണ്ട, 3ാമത്തെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എല്ലാ ഗേറ്റിലും ക്യാമറ ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിന്നെ ബീച്ച് ഇവിടെ തൊട്ടടുത്താണ്. ബീച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെയിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പുറത്ത് നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു പള്ളി ഉണ്ട്. ആ പള്ളിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഈ മതിൽ ഇവിടെ അവസാനിക്കും. ഈ മതിൽ ഇവിടെ അവസാനിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴത്തേക്കും 3 ഗേറ്റാണ് ഈ വീട്ടിൽ. 3 ഗേറ്റ് അല്ല, ഇവിടെയാണ് എന്താ പറയുക, വീട് തുടങ്ങുന്നത് തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് 3 ഗേറ്റ് ഉണ്ട് വീടിന്. ഇത് നമ്മൾ ഈ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഒരു പുത്തൻ വീട് വരുന്നത് എന്നാണ് പറഞ്ഞത്. കണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലെ ഈ കോമ്പൗണ്ടിലെ വീടുകളാണ്. ഇതും ഒരു ഗേറ്റാണ് കേട്ടോ. ഈ ഒരു മതിൽ, ഈ ഒരു വൈറ്റ് കളർ അടിച്ച അവിടം വരെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയേണ്ട വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പുതിയ വീട് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല പണിയണത്. കണ്ടില്ലേ, ഇത് ഒരുപാട് കെട്ടിടങ്ങൾ, വലിയ വലിയ എമണ്ടൻ കെട്ടിടങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. വലിയൊരു കോമ്പൗണ്ടിൽ വലിയൊരു സെറ്റപ്പാണ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഫുൾ സെക്യൂരിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ട ഒരു ബസ് റൂട്ടൊക്കെയാണിത്. പിന്നെ ഈ എമണ്ടൻ വീടിൻ്റെ ബാക്കിൽ കാണുന്ന വലിയൊരു എമണ്ടൻ വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മെറൂൺ കളറ് മേൽക്കൂരി ഇട്ടത് കണ്ട.
അതാണിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീടെന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഹെലിപ്പാഡൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും ഓടിച്ചെന്നാൽ കയറാൻ പറ്റുന്ന ഒരു വീടൊന്നുമല്ല ഇത്. അത്രത്തോളം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് വീട്ടിൽ. ഇതൊരു വീടൊന്നുമല്ല, കേരളത്തിൽ ഇനിയും ഇദ്ദേഹത്തിന് ഒരുപാട് വീടുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീട് കാണിച്ചു തന്നു. എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ കാണിക്കുമ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി എന്നെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ് ഇത്. ഇവിടെ വന്നപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ കൂടി ഒന്ന് ബീച്ചിലോട്ട് ഒന്ന് പോകാന്ന് കരുതി. ഇത് ഇവിടെ നാട്ടികയിലുള്ളൊരു പള്ളിയാണ്, മോസ്കാണ് കേട്ടോ. മുസ്ലിം മതസ്ഥരുടെ ഒരു മോസ്കാണ്. അടിപൊളിയല്ലേ, അടിപൊളി മോസ്കാണ് കേട്ടോ, അടിപൊളി, എനിക്കിഷ്ടമായി. ഇതിൻ്റെ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. അടിപൊളി മോസ്കാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ബസ്സുണ്ട് കേട്ടോ, ബസ് റൂട്ടാണിത്. ടൈമിങ്ങിന് മാത്രമേ ബസ്സുള്ളൂ എന്ന് മാത്രം. നമ്മുടെ സ്നേഹതീരം ബീച്ച് വരെ ഉണ്ട് ബസ്. ബീച്ച് എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. മുത്തുമണികളെ കടൽ കണ്ട, കടാപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കേരളത്തിൽ പട്ടിശല്യം കൂടുതലായിട്ട് ഉണ്ട്. ഇവിടെ ഉണ്ട് 2 കുട്ടികൾ, ഇപ്പുറത്തും ഉണ്ട് 2 കുട്ടികൾ. കണ്ടോ, ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല. നമ്മുടെ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. എല്ലായിടത്തും പട്ടിശല്യം കൂടുതലായതുകൊണ്ട് ഇവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ നാട്ടിക സ്നേഹതീരം ബീച്ച് എന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം ഞാൻ ഇത്തിരി തണലിലാണ് നിൽക്കണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെ കുറച്ച് തെങ്ങിൻ തോപ്പുകളുണ്ട്. കടലിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കടലിനോട് ചേർന്ന കാണുന്ന സ്ഥലങ്ങളുടെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഭംഗിയൊക്കെ ഉണ്ട് കടൽ കാണാൻ. ഇന്ന് നീല കളറായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ബാക്ക് ക്യാമറ ഇടാം, അപ്പം മാത്രമേ കടലിൽ നമുക്ക് കിട്ടുള്ളൂ. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പം കാണുന്നുണ്ടല്ലോ കുറച്ച്. ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ട കടൽ കാണുന്നുണ്ടല്ലോ. എൻ്റെ കൂടെയുള്ള മുതുക്ക് മനുഷ്യൻ കടൽ നോക്കി നിൽക്കുന്നു, അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച. ഇതാണ് നമ്മുടെ നാട്ടിക ബീച്ച് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് പോകണം. നമ്മുടെ സ്നേഹതീരം ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ പോണില്ല, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ആ തെങ്ങിൻതോപ്പി പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള മുതുക്ക് മനുഷ്യൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കണ്ടല്ലോ എല്ലാവരും കടലമ്മ കരഞ്ഞല്ലേ തെറ്റത്, നീലമ്മ അവളല്ലേ കട്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. നിങ്ങളൊരു കാര്യം കണ്ട, എളുപ്പത്തിന് വേണ്ടി ഞാൻ 2 ഓട്ട ഇട്ടിട്ടുണ്ട്. അതായത് ക്യാമറ ഇങ്ങനെ ഓണാക്കാൻ ഇതാക്കാൻ ഈ ഗ്ലൗസ് ഉള്ള കാരണം നമുക്ക് പറ്റൂല. അത് കീറിപ്പോയതല്ല കേട്ടാ, ഞാൻ എളുപ്പത്തിന് വേണ്ടി എനിക്ക് ക്യാമറ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓട്ട ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇത് കീറിപ്പോയതല്ല, ഞാൻ ഓട്ട ഇട്ടതാണ് കേട്ടോ. ബൈ.